ക്രിക്കറ്റ് കോച്ചിങ്ങിനെത്തിയ വിദ്യാർത്ഥിനിയെ തുടർച്ചയായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കേസിൽ പരിശീലകന് കഠിന തടവ്. വള്ളക്കടവ് ശ്രീവരാഹം സ്വദേശിയായ മനു എം എന്നയാളെയാണ് തിരുവനന്തപുരം അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി അഞ്ജു മീര ബിർള ശിക്ഷിച്ചത്. പ്രതിക്കെതിരെയുള്ള മൂന്നാമത്തെ കേസിൽ 48 വർഷം കഠിന തടവും 79,000 രൂപ പിഴയുമാണ് കോടതി വിധിച്ചത്. പ്രതിക്കെതിരെയുള്ള നാലാമത്തെ കേസിലും ഇയാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ക്രിമിനൽ നടപടിച്ചട്ടം സെക്ഷൻ 427 പ്രകാരം പ്രതി മുൻപ് രജിസ്റ്റർ ചെയ്ത ആദ്യ 2 കേസുകളിലെയും ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഈ മൂന്നാമത്തെ കേസിലെ ശിക്ഷാ കാലാവധി ആരംഭിക്കുകയുള്ളൂ എന്ന് കോടതി വിധിന്യായത്തിൽ പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട്. ഓരോ കേസിലെയും ശിക്ഷകൾ ഒന്നിനു പിറകെ ഒന്നായി നടപ്പിലാക്കണമെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് കോടതിയുടെ ഈ നടപടി. തിരുവനന്തപുരത്തെ പ്രമുഖ ക്രിക്കറ്റ് കോച്ചിംഗ് സെന്ററിൽ 2018 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരിക്കുമ്പോഴാണ് അതിജീവിത പരിശീലനത്തിനായി എത്തുന്നത്. ആദ്യ കുറച്ചു നാളുകൾക്ക് ശേഷം സ്വകാര്യ കോച്ചിംഗ് എന്ന വ്യാജേനെ കുട്ടിയെ ഗ്രൗണ്ടിൽ നിന്നും ആരുമില്ലാത്ത സമയം നോക്കി കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രതി കൊണ്ടുപോയിരുന്നു. പരിശീലന കേന്ദ്രത്തിലെ നെറ്റ്സ്, ജിം, ബാത്റൂമുകൾ എന്നിവിടങ്ങളിൽ വെച്ചും കുട്ടിയുടെ വീട്ടിലെ നെറ്റ്സിൽ വെച്ചും പ്രതി കുട്ടിയെ ക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കി. കൂടാതെ പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങളും വീഡിയോകളും പ്രതി ഫോണിൽ പകർത്തിയിരുന്നു. പീഡന വിവരം പുറത്തു പറഞ്ഞാൽ കുട്ടിയുടെ ക്രിക്കറ്റ് ഭാവി തകർക്കുമെന്ന് പ്രതി ഭീഷണിപ്പെടുത്തിയിരുന്നു. ഭയം കാരണവും കടുത്ത മാനസിക വിഷമം മൂലവും 2021 കുട്ടി ഈ കേന്ദ്രത്തിൽ നിന്നൊഴിഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് കോച്ചിങ്ങിനായി പോയി. വർഷങ്ങൾക്ക് ശേഷം 2024 മാർച്ച് 28 തിരുവനന്തപുരത്ത് നടന്ന പെൺകുട്ടികളുടെ ക്രിക്കറ്റ് ടൂർണമെന്റിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് അതിജീവിത പ്രതിയെ വീണ്ടും കാണുന്നത്. പ്രതിയെ കണ്ട ആഘാതത്തിൽ കുട്ടി കടുത്ത ഭയത്തോടെ ബഹളം വയ്ക്കുകയും മാനസികാസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്തു. ഒപ്പമുണ്ടായിരുന്നവർ കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് വർഷങ്ങളായി മൂടിവെക്കപ്പെട്ട ക്രൂരത പുറം ലോകം അറിയുന്നത്. ഈ കുട്ടിയുടെ പരാതി പുറത്തു വന്നതോടെ ഇതേ കോച്ചിന്റെ കീഴിൽ സമാനമായ പീഡനം നേരിട്ട മറ്റു കുട്ടികളും പരാതിയുമായി മുന്നോട്ട് വരാൻ ധൈര്യം കാണിച്ചു. ഇതോടെ പ്രതിക്കെതിരെ ആകെ 6 കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 4 കേസുകളുടെ വിചാരണയാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. 3 കേസുകളിൽ കോടതി ശിക്ഷ വിധിച്ചു കഴിഞ്ഞു. പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ 4ാമത്തെ കേസിൽ വരുന്ന തിങ്കളാഴ്ച കോടതി വിധി പ്രഖ്യാപിക്കും. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ RS വിജയമോഹൻ, അഭിഭാഷകരായ സുരഭി P, രവിശങ്കർ തമ്പി H എന്നിവർ കോടതിയിൽ ഹാജരായി. കന്റോൺമെന്റ് പോലീസ് ഇൻസ്പെക്ടർ ജയകൃഷ്ണൻ S, പ്രജീഷ് ശശി, സബ് ഇൻസ്പെക്ടർ വിഷ്ണു സജീവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം നടത്തിയത്.